ഓവറിയാണ് ഇനി പറയുന്നത്. ഓവറി എന്ന് പറയുന്നത്, ഓവറി നമുക്കറിയാം സ്ത്രീകളിൽ മാത്രമുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റിസ് മെയിൻസിൽ വരുന്നത് പോലെ തന്നെ ഓവറിയാണ് സ്ത്രീകളിൽ മാത്രം കാണുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഓവറീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെൽവിക് ക്യാവിറ്റിയിലാണ്. ഇത് ഒരു ഫീമെയിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഹോർമോൺസാണ് ഈസ്ട്രജൻസ്, പ്രൊജസ്ട്രോൺ ആൻഡ് റിലാക്സിൻ. ഇതിനെ മൂന്നിനെയും ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ FSH ഉണ്ടല്ലോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന്, അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, സ്റ്റിമുലേറ്ററി ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ. അതിൻ്റെ സ്റ്റിമുലേറ്റിംഗ് ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ എന്ന് പറയുന്ന 3 ഫീമെയിൽ ഹോർമോൺസ് ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സ്റ്റീറോയിഡ് ഹോർമോൺസാണ്. ഓക്കെ, പക്ഷേ റിലാക്സിൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ സോലുബിൾ പ്രോട്ടീനേഷ്യസ് ഹോർമോണാണ്. വെള്ളത്തിൽ ലയിക്കുന്ന പ്രോട്ടീനേഷ്യസ് ഹോർമോണാണ് റിലാക്സിൻ. ബാക്കി രണ്ടും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പേരിൽ തന്നെ ഉണ്ട്. ഈ സ്റ്റിറോയിഡ് ആണെന്നുള്ളത് സ്ട്രോൺ എന്ന് പറയുന്നത് സ്ട്രജൻ ഇമ തന്നെ ഉണ്ട്. സ്റ്റിറോയിഡ് എന്നുള്ളത് നമ്മൾ സാധാരണ, അതേപോലെ പ്രൊജസ്ട്രോൺ, അതിൽ നമ്മൾ അങ്ങനെ പേരിൽ തന്നെ സ്റ്റിറോയിഡ് എന്നുള്ളതൊക്കെ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാധാരണ വരാറുണ്ട്. എസ്ട്രാഡിയോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റിറോയിഡാണ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈസ്ട്രജൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഈസ്ട്രജൻസാണ് എസ്ട്രാഡിയോൾ, എസ്ട്രിയോൾ, ഈസ്ട്രോൺ എന്ന് പറയുന്നത്. എസ്ട്രിയോൾ, ഈസ്ട്രോൺ. ഇതിൽ എസ്ട്രാഡിയോളാണ് ഏറ്റവും കോമൺ ആൻഡ് മേജർ ആൻഡ് മോസ്റ്റ് പൊട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ എസ്ട്രാഡിയോളാണ്. ഓക്കെ, ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഈസ്ട്രജൻസ് നോക്കാം. ഫങ്ഷൻസ് പറയുമ്പോൾ ഈസ്ട്രജൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ജെനറ്റാലിയ എന്ന് വെച്ചാൽ ജെനറ്റാലിയ നമ്മുടെ പുറത്തത്തെ എക്സ്റ്റേർണൽ ജെനറ്റാലിയയും അതേപോലെ ഉള്ളിലുള്ള ഓവറിയുടെ, അതായത് നമ്മുടെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് വരുന്ന ഇൻറ്റേർണൽ ജെനറ്റാലിയയും അതിൻ്റെ ഗ്രോത്തിനെ ഗവേൺ ചെയ്യുക എന്നുള്ളതാണ് ഈസ്ട്രജൻസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത്, മെച്ചുറേഷൻ, അതേപോലെ യൂട്രസിൻ്റെ എൻലാർജ്മെൻറ്റ്, യൂട്രസിൻ്റെ വലുപ്പം കൂടുന്നത്, അതേപോലെ വജൈനയിൽ നടക്കുന്ന സൈക്ലിക് ചേഞ്ചുകൾ, അതേപോലെ ഗ്രോത്ത് ആൻഡ് റിതമിക് കൺട്രാക്ഷൻ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബിന് നടക്കുന്ന ഗ്രോത്തും അതേപോലെ റിതമിക് ആയിട്ടുള്ള കൺട്രാക്ഷനും, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ജെനിറ്റാലിയ. എക്സ്റ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ വജൈനയൊക്കെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതും പിന്നെ അതേപോലെ ഇൻറ്റേർണൽ ആയിട്ട് നടക്കുന്ന ഫലോപ്പിയൻ ട്യൂബിലും യൂട്രസിൻ്റെ എൻലാർജ്മെൻറ്റ്, ഓവറിയൻ ഫോളിക്കിൾസിൻ്റെ, അപ്പോൾ ഈ പറഞ്ഞ ഫങ്ഷൻസൊക്കെ നടക്കുന്നത് ഈസ്ട്രജൻ്റെ ഫങ്ഷനായിട്ടാണ് നടക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇത് ചെയ്യുന്ന രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ് നമ്മൾ മെയിലിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫീമെയിൽ നടക്കുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സെക്ഷൽ ബിഹേവിയർ, സെക്ഷൽ ഡ്രൈവ്, ഇതൊക്കെ ഉണ്ടാകും. അവർക്ക് തന്നെ ഒരു സെക്ഷൽ അട്രാക്ഷൻ അങ്ങനത്തെ ഒരു ഡ്രൈവും ഇതൊക്കെ ഉണ്ടാകും. അതേപോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സും ഈ ഒരു സെക്ഷൽ ബിഹേവിയറിനെയും ഈ ഒരു സെക്ഷൽ ഡ്രൈവിനെയും ഒക്കെ ഉണ്ടാക്കുന്നത്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഈസ്ട്രജൻസാണ്. ഓക്കെ, ഇതിൽ വരുന്ന വേറെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് എൻലാർജ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞതിൽ മാമറി ഗ്ലാൻസിൻ്റെ എൻലാർജ്മെൻറ്റ്, അതേപോലെ ഹെയർ ലൈൻ, പാറ്റേൺ ഓഫ് ഹെയർ ലൈൻ, ഹെയർസൊക്കെ പൊന്തും അല്ലേ. അതേപോലെ ഫാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ചേഞ്ചസ്, അതേപോലെ പെൽവിസിൽ വരുന്ന ചേഞ്ചസ്, ഇൻക്രീസ്ഡ് ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ എനർജിയാണ്. അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ ചെയ്യുന്നത് സെക്ഷലി ആണെന്നാണ് നമ്മൾ ലിബിഡോയെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ
അതിൻ്റെ അതേപോലെ ഫീമെയിൽ സെക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഈസ്ട്രോജൻസ് ആണ്. അതേപോലെ പ്യൂബേർട്ടൽ ചേഞ്ചസിനെയും സെക്ഷൽ സൈക്കിളിനെയും അതിൻ്റെ സ്റ്റാർട്ടിങ് ഓൺസെറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലേറ്റ് ഓൺസെറ്റ് ഓഫ് പ്യൂബേർട്ടൽ ചേഞ്ചസ് ആൻഡ് സെക്ഷൽ സൈക്കിളിൻ്റെയും അതേപോലെ പ്യൂബേർട്ടൽ ചേഞ്ചസിൻ്റെയും. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റ് യൂട്രൈൻ ചേഞ്ചസ് ആസ് എ പ്രിപ്പറേഷൻ ഫോർ പ്രഗ്നൻസി. യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസിനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഒരു പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ആകുന്ന, അതിന് വേണ്ടിയിട്ട് യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസിനെയൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ഈസ്ട്രജൻ്റെ ഫങ്ഷനാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിനെ തിക്കൻ ചെയ്യുന്നതിനും നല്ല കട്ടി വെക്കുന്നതിനും അതേപോലെ സോഫ്റ്റനിങ്ങിനെയും അതേപോലെ സ്മൂത്തനിങ്ങും ഇതൊക്കെ അതിൻ്റെയൊക്കെ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്ട്രജനാണ്. കോസ് ദ തിക്കനിങ്, സോഫ്റ്റനിങ് ആൻഡ് സ്മൂത്തനിങ് ഓഫ് സ്കിൻ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലേറ്റ് ദ ഇൻക്രീസ്ഡ് ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് ഇൻ ബട്ടൺ, തൈ, ബ്രസ്റ്റ് എക്സെട്ര. എന്ന് വെച്ചാൽ ഇൻക്രീസ് ദ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. എന്തിനൊക്കെയാണെന്നറിയോ? നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കാണുന്ന ടിഷ്യൂവിലെ ഏതിൻ്റെയൊക്കെ, നമ്മുടെ തൈയുടെ, ബ്രസ്റ്റിൻ്റെ, അതേപോലെ ബട്ടൺ എന്ന് പറഞ്ഞാൽ അടിവയറാണ്, നമ്മുടെ പൊക്കിളിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത്, വയറിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല ഫാറ്റ് അടിഞ്ഞു കൂടാറുണ്ട് അല്ലേ? അതിൻ്റെ ഡിപ്പോസിഷൻ, അതിനെ ഈ ഇൻക്രീസ്ഡ് ഡെപ്പോസിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈസ്ട്രജനാണ്. അതേപോലെ പ്ലാസ്മ കൊളസ്ട്രോൾ ലെവലിനെ കുറക്കും. അതേപോലെ അതിറോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് അതിറോജെനസിസ്. ഈ ഒരു അതിറോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഡെപ്പോസിഷനാണ് എല്ലിൽ. ഓക്കെ, ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഇതാണ് നമ്മുടെ ഈസ്ട്രജൻ ആണ് അവിടെ ഇത് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? ഫാറ്റിൻ്റെ ഡെപ്പോസിഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, അതിറോജെനസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈസ്ട്രജൻ്റെ ഡെഫിഷ്യൻസി ഹാർട്ട് ഡിസീസുകളുടെ റിസ്കിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതേപോലെ ബോൺ ഫോർമേഷനിൽ ഈസ്ട്രജൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ ഡിയുമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ, കാൽഷ്യം, വിറ്റാമിൻ ഡി ഇതുമായിട്ടൊക്കെ ബോൺ ഫോം ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും വിറ്റാമിൻ ഡിയും കാൽഷ്യമൊക്കെ ആണല്ലോ പ്രധാനമായിട്ട് വരുന്നത്. അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈസ്ട്രജൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോണിക്കലി ലോ ഈസ്ട്രജൻ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂഡിനെ റെഡ്യൂസ്ഡ് മൂഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ക്രോണിക്കലി ലോ ഈസ്ട്രജൻ ലെവൽസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഡ്യൂസ്ഡ് മൂഡായിരിക്കും എന്നുള്ളത്. പിന്നെ ചൈൽഡ് ബർത്തിന് ശേഷം വരുന്ന മെനോപോസും പിന്നെ ചൈൽഡ് ബർത്തിന് ശേഷവും അതേപോലെ നമ്മൾ ചൈൽഡ് ബർത്തിന് ശേഷമുള്ള മെനോപോസ് എന്ന് ഉദ്ദേശിച്ച് മെൻസസ് ഇല്ലാത്ത ടൈം എന്നുള്ളതാണ്. ചൈൽഡ് ബർത്തിന് ശേഷം മെൻസസ് ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ അപ്പോൾ തന്നെയൊന്നും. അപ്പോൾ അതേപോലെ മെനോപോസിൻ്റെ ടൈമിൽ, അതേപോലെ മെനോപോസിന് ശേഷമൊക്കെ ഈസ്ട്രജൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിക്രീസ്ഡ് ആയിട്ടുണ്ടാകും. അതിൻ്റെ അളവ് നന്നായിട്ട് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാകും. പിന്നെ ഈ ഈസ്ട്രജൻ ഫിസിക്കൽ ഡിഫറൻഷിയേഷൻ ഓഫ് ഫീറ്റസ് ടു എയ്തർ മെയിൽസ് ഓർ ഫീമെയിൽസ് ആസ് പെർ ദെയർ ജെനറ്റിക് കോഡ് വെച്ചിട്ട് ഈ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു ഫീറ്റസിൻ്റെ ഫിസിക്കൽ ഡിഫറൻഷിയേഷന് ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു ഈസ്ട്രജനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈസ്ട്രജനെ കുറിച്ച് ഓവറിയിൽ വരുന്ന ആദ്യം നമ്മൾ പറഞ്ഞ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ കുറിച്ചും ഓവറിയെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ.